മുഹമ്മദീയത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥ ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ ഉത്തരവാദിത്വം. എന്തുകൊണ്ട് മുഹമ്മദീയത്ത് എന്ന് പറഞ്ഞാൽ അൽ വാസിതത്തുൽ വഹീദത്തു ഇലാ ഖാലിഖിഹി തആല, അവന്റെ സൃഷ്ടാവിലേക്കുള്ള ഒരേ ഒരു മാധ്യമമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് നടക്കുന്ന ഏത് ഷർറും ഇബ്ലീസുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ഷർറിനും ഇബ്ലീസിൽ ടച്ച് ഉണ്ടാവും. ഒന്നിരിക്കും ഡയറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിരിക്കും. സകല ഷർറിനും ഇബ്ലീസുമായി ഒരു ടച്ച് ഉണ്ടാവും. സകല ഖൈറിനും സകല ബറക്കത്തിനും മുഹമ്മദുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബന്ധമുണ്ടാവും. അതല്ലാതെ ഒരു സംഗതിയും ഇല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അതിന്റെ പരിസരത്ത് ബറക്കത്തുണ്ട്. ആ പള്ളിയുടെ പരിസരത്ത് ബറക്കത്തുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് ആ ബറക്കത്ത്? ആ ബറക്കത്തിൽ ആസാറു അഖ്ദാമിൽ അംബിയാ അല്ലദീന ബുഇസൂ ഇലൽ അർളി ബിശാറതൻ ബിമുഹമ്മദിൻ. മുഹമ്മദീയത്തിന്റെ സന്തോഷ സന്ദേശം അറിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കാൽപാദങ്ങൾ പതിയപ്പെട്ട സ്ഥലം എന്ന നിലക്കാണ് ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞത്. ഇനി വേറെ എന്തു പറഞ്ഞാലും ഞാനത് കാണിച്ചു തരാം. എന്തു പറഞ്ഞാലും ആ ബറക്കത്ത് പൂർത്തിയാവലാണ് മുബാറക്കായ ഏറ്റവും മുബാറക്കായ ആൾ അവിടെ വരുന്നതോടുകൂടെ ഉണ്ടാവുക. അതിനാണ് വന്നത്. അല്ലാതെ ദുബായ് പോകുന്ന ആൾ കരിപ്പൂരിൽ പോകുന്നത് പോലെ, കാരണം എയർപോർട്ട് കരിപ്പൂരായതുകൊണ്ട് വീട്ടിൽ നിന്ന് നേരെ ഉയരാൻ കഴിയൂലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം ജിബ്രീലിന് ഇല്ല അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ ഒന്നും ഇല്ല. എവിടുന്നും പൊക്കിക്കൊണ്ടുപോകാൻ കഴിയും, എവിടുന്നും പൊങ്ങാനും കഴിയും. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് അവിടെ നിന്ന് പോയതും അവിടേക്ക് തന്നെ വന്നതും, പോയതും അവിടുന്ന് പോയി തിരിച്ചുവന്നതും അവിടേക്ക് തന്നെ വന്നു? എന്തുകൊണ്ട്? പൂർത്തീകരണത്തിന്റെ ആളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഭൂമിയോട് ബന്ധപ്പെട്ടതാണ് രണ്ട് മഖാമാത്തുകൾ. ഒന്ന് മക്കായും ഒന്ന് മദീനായുമാണ്. പിന്നെ ഇൻഡയറക്റ്റായ ബന്ധം ഉണ്ടെങ്കിൽ അത് ഖുദ്സാണ്. എങ്കിലും അവിടെ പോവുക എന്നത് അവരുടെ ഒരു സന്തോഷവും അതിന്റെ പൂർത്തീകരണവുമാണ്. അതിന്റെ പരിസരത്ത് നബി എത്തുക എന്നതാണ് അതിന്റെ ബറക്കത്തിന്റെ പൂർത്തീകരണം. കല്യാണത്തിന്റെ ബറക്കത്ത് എന്താണ്? പുതിയാപ്പള പോകലും പുതിയെന്ന് വരലുമാണ്, അല്ലെങ്കിൽ പുതിയെന്ന് പോകലും പുതിയാപ്പള വരലുമാണ്. അപ്പോൾ അത് മുബാറക്കത്തായ ദിവസമാണത്. ഏത്? കല്യാണം. ആ ദിവസത്തെ ദമ്പതികൾ എന്നും അനുസ്മരിക്കും. ആ ദിവസം മുബാറക്കത്തായത് എന്തുകൊണ്ട്? ഉസ്ലത്തുൽ മഹ്ബൂബൈനിയാണ് മുബാറക്കത്തിന്റെ അടിസ്ഥാനം. ജീവിതം മുഴുവൻ പിരിയാത്ത രണ്ട് ഇണകളുടെ സമാഗമനത്തിന്റെ വേദിയാണത്. അതുകൊണ്ടാണ് ആ ദിവസം പ്രധാനമായത്. അല്ലാതെ വേറെ എന്തോ കാരണം കൊണ്ട് പ്രധാനമായതിൽ ഇവർ കൂടിയതല്ല. ഇവർ കൂടിയത് കൊണ്ട് അത് പ്രധാനമായതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ രാത്രി എന്തുകൊണ്ട് മുബാറക്കത്തായി? ഈ രാത്രി മുബാറക്കത്തായത് എന്തുകൊണ്ട്? ഭാര്യയും ഭർത്താവും കണ്ടുമുട്ടി സന്തോഷിച്ച് കഴിയുന്ന രാത്രികൾക്ക് ഹണിമൂൺ എന്ന് പറയും. അത് അവരെ സംബന്ധിച്ചാണ് ഹണി. പിന്നെ ഇവരെ തുടർന്നവർക്ക് അത് ഹണിയാവും. എന്തുകൊണ്ട്? ഞങ്ങളെ ബാപ്പയമ്മയും ആദ്യമായി കണ്ടുമുട്ട രാത്രിയാണ്. ആ ബാപ്പയെ കൊണ്ടല്ലാതെ ഞങ്ങൾക്കൊന്നും നേടിയിട്ടില്ല. ആ ഉമ്മയെ കൊണ്ടല്ലാതെ ഞങ്ങൾ ഈ സ്ഥാനത്തെത്തിയിട്ടില്ല. മുസ്ലത്തുൽ മഹ്ബൂബൈനിയാണ്. മുസ്ലത്തുൽ അദുവൈനിയാണെങ്കിലോ അത് ഏറ്റവും കൈപ്പേറിയതായിരിക്കും. ഈ കാലഘട്ടത്തിൽ ഒരാൾ ജനുവരി 1 കല്യാണം കഴിച്ചു, മുസ്ലത്തുൽ മഹ്ബൂബൈനി ആയതുകൊണ്ട് അതിനെ അംഗീകരിക്കപ്പെടും. അങ്ങനെ അതാണ് ഓർക്കുക. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ വലിയ ശത്രുക്കളായും സങ്കല്പിക്കും, അടിച്ചു പിരിഞ്ഞ് എന്ന് സങ്കല്പിക്കും. പിന്നീട് ഒരു വേദിയിൽ വെച്ചൊരാൾ ജനുവരി 1 എന്ന് പറയുമ്പോഴത്തെ ഇയാൾ പറയും, ഓർമ്മിപ്പിക്കല്ലേ, എനിക്ക് ഡിസംബർ 31 കൂടി വരലാണ് നല്ലത്. ഞാൻ ജനുവരി 2 മുതലേ എണ്ണുള്ളൂ. കാരണം 1 കേൾക്കുന്ന കിട്ടല്ല. നെയ്ക്കൊലത്തിലാക്കിയത് ജനുവരി 1. എന്തുകൊണ്ട്? ഇതാണ് ആധാരം. ഉസ്റത്തുൽ മഹ്ബൂബൈൻ. ആരാണ് മഹ്ബൂബൈനി? വഹീദായ മഅബൂദും വഹീദായ അബ്ദുമാണ്.
وهو المعبود الذي هو يستحق العبادة ولا يستحق غيره ولا يستحق غيره العبادة من أي شيء من أي خلقه. ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരേ ഒരാൾ ആരാണ്? അല്ലാഹുവാണ്. പിന്നെ മെഹബൂബാര രണ്ട് മെഹബൂബൈനിയ. ഒന്ന്, ഒരാൾക്ക് മാത്രം അർഹത എന്ന നിലയിൽ അർഹതപ്പെട്ട ഒരേ ഒരാൾ അല്ലാഹു മാത്രമാണ്. അവനാണ് മെഹബൂബൈനിൽ ഒരാൾ. രണ്ടാമത്തെ ആളോ തന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഇബാദത്ത് കൊണ്ട് ജയിച്ച ഒരേ ഒരാൾ. ഇസ്മുഹു അഹ്മദ്. ആ ആളുടെ പേര് തന്നെ അഹ്മദാണ്. എന്തുകൊണ്ട് ഹുവ അഖ്ദമു അസ്ബഖു മിൻ ഇബാദിഹി തആല ബിസ്സനാഇ അലൈഹി. അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജയിച്ച ആദ്യത്തെ ആൾ മുഹമ്മദാണ്. അതുകൊണ്ടാണ് മുഹമ്മദിനെ അഹ്മദ് എന്ന പേര് വന്നത്. പ്രഥമൻ അഹ്മദ് എന്ന പേരിട്ട ഒരാൾ അല്ലാഹു തന്റെ അടിമകളിൽ വേറെ ഇല്ല. നമ്മൾ ഇത്തിബാഅൻ ബിസ്മി ബറക്കത്തി ഇന്തിളാറൻ ബിബറക്കത്തി ഇസ്മി മുഹമ്മദ്. ആ ബറക്കത്തിനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ അഹ്മദ് എന്ന് പേരിട്ടത്. ഇയാൾക്ക് അഹ്മദ് എന്ന് പേരിട്ടത് ആരാ? അല്ലാഹുവിന്റെ അസലിയായ കലാമിൽ അല്ലാഹു ഈ മഹാന് നൽകിയ പേരാണ് എന്ത്? അഹ്മദ്. അഖ്ദമു വഅസ്ബഖു, ഏറ്റവും മുൻകടന്ന ആൾ, ഏറ്റവും യോഗ്യനായ ആൾ, അൽ മുഫ്ലിഹു, വിജയിച്ച ആൾ, മിൻ ഖൽഖിഹി തആല ബിസ്സനാഇ വബിൽഇബാദതി ലഹു വബിസ്സനാഇ അലൈഹി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. മുബാറകത്തായ ബർക്കത്താക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? നമ്മൾ വളരെ വലിയ വിഷമം എന്താണെന്നറിയാം. നമ്മൾ ഈ ബർക്കത്താക്കപ്പെട്ട രാത്രി എന്താന്ന് വെച്ചാൽ തർക്കിക്കണേ. അതെന്തുകൊണ്ട് ബർക്കത്തായി നമ്മൾ ചിന്തിക്കുന്നില്ല? ഭയങ്കര വിഡ്ഢികളാണ് നമ്മളത് ബറാത്തിരാവാണോ അതല്ല നേരത്തെ കഥ. എന്താണ് പ്രശ്നം? എന്താ നമ്മളെ അവസ്ഥ? ഇബ്ലീസ് നമ്മളെ ചതിക്കുന്നതിൽ വിജയിച്ചു. ഇതിൽ അതേത് രാത്രി എന്നുള്ളതല്ല, അതേത് രാത്രിയോ ആയിരിക്കുന്നു. ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ, എല്ലാ പകലും അറഫയാവുന്ന കൂട്ടരുണ്ട്, എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദറാവുന്ന കൂട്ടരും ഉണ്ട്. എന്നാൽ അറഫയിൽ പോലും അറഫില്ലാത്തവരും ഉണ്ട്. നമ്മളെ വിഷയം എന്താ? നമ്മൾ തർക്കിക്കാം. എന്താ തർക്കിക്കണേ? രാത്രിയാണോ ലൈലത്തുൽ ഖദറാണോ? അവര് കൂട്ടർ നോട്ടീസ് അടിച്ചു, രാത്രി എന്നാ രാത്രി. നമ്മളെ തർക്കിച്ച് നശിപ്പിക്കുന്നതിൽ ഇബ്ലീസ് ജയിച്ചു. ലഅനത്തുല്ലാഹി അലൈഹി. ഇതെന്തുകൊണ്ട് മുബാറക്കത്തായി? ഇതെന്തുകൊണ്ടാണ് മുബാറക്കത്തായത്? ഇത് മുബാറക്കത്തായത് മഹബൂബിന് സന്ദേശം നൽകുകയാണ്. ആരാ ഒരു മഹബൂബ് ആരാ? അല്ലദീ യസ്തഹിഖുൽ ഇബാദത മിൻ ഖൽഖിഹി. ആരാണ് മറ്റൊരു മഹബൂബ്? അൽ മുഫ്ലിഹു ബിഇബാദതി റബ്ബിഹി വഖാലിഖിഹി. വലിദാ സമ്മാഹു റബ്ബുഹു അഹ്മദ ലിഅന്നഹു അസ്ബഖു വഅഖ്ദമു ബിസ്സനാഇ അലൈഹി വൽഇബാദതി ലഹു. അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടും അവനെ പുകഴ്ത്തിക്കൊണ്ടും ഏറ്റവും മുൻകടന്ന ആളാണ് മുഹമ്മദ്. ഏറ്റവും വിജയിച്ച ആളുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മഹാന് അള്ളാഹു തന്നെ ഒരു പേര് കൊടുത്തു. എന്താ പേര്? അഹ്മദ്. അതാണ് മറ്റൊരു മെഹബൂബ്. അപ്പോൾ മുബാറക്കത്തായത് എന്താ? ഹണിമൂൺ. ഉസ്ലത്തുൽ മെഹബൂബൈൻ. ഇത് ലൈല തന്നെ, ലൈലൊക്കെ കണക്കാം. ലൈലി 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 കമാ ശാഅ ഫഇൻ ലം യസർ ത്വലാ വഇൻ സാറ ഫലൈലി ഖസീറു. പ്രേമരോഗിയായ കവിയുടെ വചനാണ്. ലൈലി കമാ ശാഅ ഫഇൻ ലം യസർ ത്വലാ വഇൻ സാറ ഫലൈലി ഖസീറു. ലൈലി കമാ ശാഅ ഫഇൻ ലം യസർ ത്വലാ വഇൻ സാറ ഫലൈലി ഖസീറു. എന്റെ രാത്രി രണ്ടു തരമാണ്. എന്റെ പ്രേമഭാചനവുമായി കണ്ടുമുട്ടിയില്ലെങ്കിൽ ത്വാല, ഫഇൻ ലം യസർ ത്വാല. ലൈലി കമാ ശാഅ ഫഇൻ ലം യസർ ത്വാല. എന്റെ പ്രേമഭാചനത്തെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ദീർഘമായ രാത്രിയായിരിക്കും. വഇൻ സാറ, എന്റെ പ്രേമഭാചനവും ഞാനും കണ്ടുമുട്ടിയാലോ ഫലൈലി ഖസീറുൻ, എന്റെ രാത്രി വളരെ ചെറിയ രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക. അപ്പൊ ഇവിടെ എന്താ നടന്നത്? ആ ലൈൽ എന്താ കാര്യം? ചെറിയത് ഉപകാരം, വലിയത്. ഇതിനാണ് മുബാറക്ക് എന്ന് പറയാം. എന്ത്? ചെറിയത്
ദൃഷ്ടിയിൽ ചെറിയത്, കാര്യത്തിൽ വലുത്. അങ്ങനെ മുബാറക്ക് എന്ന് പറയാം. എന്താ മുബാറക്ക്? എന്താ? ദൃഷ്ടിയിൽ അത് ചെറുതാണ്, നഫ്സിൽ വലുതാണ്. ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം എന്താ? കാരണം ദൃഷ്ടിയിൽ അത് എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്നാലോ ഈ ഉസ്രത്തുൽ മഹ്ബൂബൈനിയാണ് ഈ ഹയാത്തിന്റെയും ഇനി ഒരു ഹയാത്തിന്റെയും അടിസ്ഥാനം. ഈ ജീവിതത്തെ തേജസ്സുറ്റതാക്കിയതും ഇനി ഒരു ജീവിതത്തിനെ സജ്ജനമാക്കിയതും ആ ഒരു രാത്രിയാണ്. രണ്ട് മെഹബൂബുകൾ കണ്ടുമുട്ടി. ഒരു മെഹബൂബ് രഹസ്യമായ സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ആ രഹസ്യം കൊണ്ടുവന്ന ആൾക്ക് പോലും അതിന്റെ രഹസ്യം അറിയില്ല. അത് എത്രയും ആളെ കയ്യിലെത്തിയാലേ അറിയൂ. ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ് എന്നൊരു പുസ്തകമുണ്ട്. അതൊരു കോഡാണ്. കോഡിനെ പറ്റി ചർച്ചയാണ്. ആ കോഡോ ഈ കോഡ് കൈമാറ്റം ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അറിയില്ല. അറിയേണ്ട ആൾക്കേ അറിയൂ. ഇത് കൊണ്ടുവന്ന ആൾക്ക് പോലും ഇതിന്റെ ഇത്രയേറെ വലിയ കാര്യം ഇതിലുണ്ടെന്ന് അറിയൂല. ആ ആൾ മാന്യനാണ്, പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല, പൂർണ്ണമായി അറിയില്ല. ഇത് രഹസ്യങ്ങളുടെ കൈമാറ്റമാണ്. ഇതിൽ പൂർണ്ണമായ രഹസ്യം അറിഞ്ഞതും ഈ മെഹബൂബ് തന്നെയാണ്. പക്ഷേ ആ മെഹബൂബിനോട് ചേർന്നവർക്കെല്ലാം ആ ഹണി കിട്ടി. ആ രഹസ്യം അറിഞ്ഞു. അവരുടെ അളവിൽ, അവർക്കറിയേണ്ട അളവിൽ. നമ്മളെ കയ്യിലുള്ള സഞ്ചി നിറക്കലിനല്ലേ ആവശ്യമുള്ളൂ. മെഹബൂബിന് നൽകിയതെന്താ? മെഹബൂബിന്റെ അളവിൽ നിറച്ചു കൊടുത്തു. നമുക്ക് മേലെ തന്നെ കിട്ടിയപ്പോ നിറഞ്ഞ്, എല്ലാവർക്കും നിറഞ്ഞു. അതോട് ഇതിലേക്ക് ആരൊക്കെ തിരിഞ്ഞു അവർക്കൊക്കെ നിറഞ്ഞു. അളവിൽ എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും. അളവ് എല്ലാവർക്കും ഒരുപോലെ ആക്കാനോട് കഴിയില്ല. അവരവരുടെ ത്വാക്കത്താണ് അവരുടെ അളവ്. പക്ഷേ അതിലേക്ക് മൻ തവജ്ജഹ ബസീറതഹു ഇലാ തിൽക്കൽ ലൈലത്തിൽ മുബാറക ഫഖദ് ശബഅ ബികലാമി റബ്ബിഹി. ആരൊക്കെ ആ രാത്രിയിലേക്ക് തന്റെ മനസ്സിനെ തിരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ആ രാത്രിയാ തുടക്കം. പിന്നെന്താ? നിറയും, നമുക്കും നിറയും. പക്ഷെ എന്താവണം? മെഹബൂബാവണം. നമ്മളളവിൽ നിറയും. മെഹബൂബാകാത്ത കാലത്തോ നമുക്ക് നിറയില്ല. അപ്പോൾ ഇതിന് ഞാൻ ഒന്നാമത്തെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഒരു കോരി മാത്രം എടുത്ത് ചർച്ച ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഒറ്റ കോരിയെ എടുക്കണുള്ളൂ. അപ്പോൾ ഈ കലാം എവിടെ നിന്ന് എവിടേക്ക് വന്നു? മെഹബൂബിൽ നിന്ന് മെഹബൂബിലേക്ക് വന്നു. അതുകൊണ്ട് ഈ കലാം ഇറങ്ങിയ രാത്രിക്ക് മുബാറക്കത്ത് എന്ന് പറഞ്ഞു. അല്ലെങ്കിലോ രാത്രി എല്ലാം ഒരുപോലെയാണ്. അത് റജബ്, അത് ശഅബാൻ 15 രാത്രി ആയാലും റമദാൻ 27 രാത്രി ആയാലും രാത്രി രാത്രി രാത്രി. ലൈലി കമാ ശാഅ ഫഇൻ ലം യസർ ത്വലാ ഫഇൻ സാഅ ഫലൈലി ഖസീറു. രാത്രി എല്ലാം ഒരുപോലെയാ. എന്റെ രാത്രി എന്തുകൊണ്ടാണ്? എന്റെ രാത്രിക്കും രാമന്റെ അവസ്ഥയുണ്ട്. മെഹബൂബുമായി കണ്ടുമുട്ടിയാൽ വളരെ കുറഞ്ഞ രാത്രിയായിരിക്കും. മെഹബൂബുമായി എന്റെ പ്രേമവാചനത്തെ കണ്ടുമുട്ടിയില്ലെങ്കിൽ എന്റെ രാത്രിക്ക് ദീർഘം കൂടും. അപ്പൊ എനിക്ക് ഉപദ്രവം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ, ഇത് ബർക്കത്താക്കപ്പെട്ട രാത്രിയാ. അതായത് ഇത് കഴിയുന്ന വിവരം അറിയില്ല. എന്തുകൊണ്ട്? അതാണ് ബർക്കത്ത്. ചെറുതാണ്, ഉപകാരം വലുതാണ്. എന്തുകൊണ്ട് ഈ രാത്രി ലൈലത്തുൽ മുബാറക്കത്തായി? ഇതൊക്കെ പഠിക്കണം. അല്ലാതെ അത് മറാത്ത് രാത്രിയാണ്, അത് മറ്റേ രാത്രിയാണ്, അല്ല ആണ് യുദ്ധം. ഇതാണ് ഒരു നൂറ്റാണ്ട് നമ്മൾ കേരളത്തിൽ കേട്ടത് തല്ല്. എന്തുകൊണ്ട് ഇത് ലൈലത്തുൽ മുബാറക്കത്തായി? അതിന് മുമ്പ് ഇനി ഷാബ് 15 രാവായാലും റമദാൻ ലൈലത്തുൽ ഖദ്ർ ആയാലും അതിന് മുമ്പും ആ രാത്രി തന്നെയായിരുന്നല്ലോ. ഈ രാത്രി എന്ത് മുബാറക്കത്തായി? എന്തുകൊണ്ട്? ഇത് ഉസ്രത്തുൽ മഹ്ബൂബൈനിയാണ്. ഒരു മെഹബൂബ് സന്ദേശം അറിയിക്കുകയാണ് മറ്റൊരു മെഹബൂബിനെ. അതാരാ? ഒന്ന് വഹീദായ മഹബൂബാണ്, അവൻ ഏകനായ റബ്ബാണ്, അവൻ ഏകനായ സത്താവാണ്. രണ്ടാമത്തെ ആളായ സൃഷ്ടികളിലെ ഏറ്റവും വലിയ വിജയിച്ച മെഹബൂബാണ്. സൃഷ്ടികളുടെ ശ്രദ്ധാവിൽ രണ്ടാമത്തെ ഒരാളില്ല. സൃഷ്ടികളിൽ ആളുകൾ ഉണ്ടെങ്കിലും ഇയാൾ വഹീദാൻ. എന്തുകൊണ്ട്? ഇതുപോലെ ഒരാൾ വിജയിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇതിന്റെ മാറ്റി നോക്കുന്ന സാധനം എന്താ? മഹബത്താണ്. മഹബത്ത് എത്ര അധികരിച്ചോ അത്രയും ഇതിന് രഹസ്യങ്ങൾ തുറന്നു കിട്ടും. അള്ളാഹുവിനോട് ഹബ്ബ് ഈയും ഞാനും അവരും ഇവങ്ങളും ഇങ്ങനെ ഒക്കെ അള്ളാഹിനോട് മഹബത്ത് ചെയ്തു എങ്കിൽ നമ്മളെല്ലാം ഖുർആനിലേക്ക് ഇറങ്ങിയാലും ഏറ്റവും കൂടുതൽ കിട്ടൽ ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ പഠിച്ച ആൾക്കല്ല,
ഏറ്റവും കൂടുതൽ മഹബത്ത് ചെയ്ത ആൾക്കായിരിക്കും. പഠിച്ച ആൾക്ക് പ്രതികൂലമായി കിട്ടും. കേകനൂരിനെ പോലെ പഠിച്ചു, എന്തില്ല? മഹബത്തില്ല. എന്തുകൊണ്ട്? അപ്പൊ അവിടെയാണ് ഇതിന്റെ ആധാരം കിടക്കുന്നത്. ഇതെന്തുകൊണ്ട് മുബാറക്കത്തായത്? ഇതെന്തുകൊണ്ട് മുബാറക്കത്തായി? ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ബന്ധം. ഒരിടത്ത് നിന്ന് അയക്കുന്നു, മറ്റൊരിടത്ത് സ്വീകരിക്കുന്നു. ഒരിടത്തിൽ നിന്ന് അയക്കുന്നു, ഒരിടത്ത് സ്വീകരിക്കുന്നു. എന്താണ് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ബന്ധം? സ്നേഹമാണ്. ഏറ്റവും വലിയ സന്ദേശം മഹ്മൂദ് ഇയാൾക്ക് അയക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ സ്നേഹം റബ്ബിൽ ഇയാളോടാണ്. ഇയാൾ എന്തുകൊണ്ട് ഇതിന് പ്രാപ്തനായി? ഏറ്റവും പലരും മഹബത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മഹബത്തിൽ ഏറ്റവും വിജയിച്ച ആൾ ഇയാളാണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള എന്താണ്? എന്തുകൊണ്ടാണ് മുഹിബ് തന്റെ മെഹബൂബിന് ഈ വചനങ്ങൾ അയച്ചു കൊടുത്തത്? ഏറ്റവും ശക്തമായ പ്രേമം ഇയാൾക്കാണ് ആ ആളോടുണ്ടായത്. പ്രേമവാചനങ്ങൾ തമ്മിലുള്ള രഹസ്യമാണ് ഖുർആൻ. വേറൊരാൾക്ക് കിട്ടൂലേ? കിട്ടാം. വേറുള്ളവർക്ക് കിട്ടൂലേ? കിട്ടാം. അത് കിട്ടാം. വേറൊരാൾക്ക് കിട്ടൂലേ? കിട്ടാം. വേറുള്ളവർക്ക് അതിന് കിട്ടും. കിട്ടേണ്ടത് കിട്ടും. ഒരു സന്ദേശത്തിൽ തന്നെ, ഒരു സന്ദേശത്തിൽ 2 അവസ്ഥയും 3 അവസ്ഥയും 4 അവസ്ഥയും 10 അവസ്ഥയും ഒക്കെ ഉണ്ടാവും ഒരു സന്ദേശം. ഇന്ന് ഖുർആൻ വായിക്കുന്നവർക്ക്, ഓതുന്നവരിൽ 99 തിരിയാതെ പോയത് ഇതാണ്. ഇനി മറ്റൊരു തുറന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? എന്ത് ചെയ്യണം? ആ മഹബത്തിലേക്ക് ഇവർ വാതിൽ തുറക്കണം. അപ്പൊ ഇവർക്ക് ഇങ്ങനെ മെല്ലെ 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 കൽബിന്റെ മിർആത്തിൽ, കണ്ണാടിയിൽ ഇൻകിഷാഫായി കിട്ടും. അങ്ങനെ തുറക്കും. അപ്പൊ അങ്ങനെ തുറന്നു കിട്ടും. അല്ലെങ്കിൽ ഈ റിസർച്ച് വെറുതെ എന്നല്ല, തന്നെ കാര്യത്തിൽ അടുക്കൂല. കാര്യത്തിൽ അടുക്കൂല. എന്നതുപോലെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കൊടുത്തതാ, പുണ്യ റസൂലിന് കൊടുത്തതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലുള്ള കാര്യങ്ങളുടെ സന്ദേശത്തിന്റെ പൂർത്തീകരണം ആർക്കാണ്? പുണ്യ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെക്കോ അവരുടെ അളവിലുണ്ട്. ഇതിൽ മഹബത്ത് കൊണ്ട് വാസിലാകാൻ ചില ആളുകൾ പിൽക്കാലത്ത് ശ്രമിച്ചു. അവർ അല്ലാഹുവിന്റെ ആരിഫീങ്ങളാ, അവർക്ക് തുറന്നു കിട്ടി. കുറെ അവർക്ക് തുറക്കുമ്പോൾ വേറെ ആർക്ക് തുറക്കൂല. ഹമീം എന്ന വാക്കിന് ചില മഹാന്മാർ നൽകുന്ന വ്യാഖ്യാനം മുഹമ്മദ് എന്നാണ്. രഹസ്യങ്ങൾ കൊണ്ട് ഇതാ മുഹമ്മദിലേക്ക് നാം സന്ദേശം അറിയിക്കുന്നു. വഹീന്റെ ഹാവും മുഹമ്മദിന്റെ മീമും, അതാണ് ഹമീം. അൽ വഹ്യു ഖാസു ബിസ്സിരി ഇലാ റൂഹി മുഹമ്മദ്, അതാണ് ഹമീം. വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ബറക. വൽ കിതാബിൽ മുബീൻ ഏറ്റവും വ്യക്തമാക്കി തന്ന വേദഗ്രന്ഥമാണ്. വ്യക്തത എന്നാണ് ഓരോരുത്തർക്കും വ്യക്തത. അവർക്കത് തിരിയൂ, അത് അനുഭവിച്ചതിനെ അറിയൂ. ഇത് വിജ്ദാനാണ്, ഇത് അനുഭവമാണ്. റബ്ബിന്റെ കലാം മുത്തനബി അനുഭവിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ നമ്മൾ പാരായണം ചെയ്യാം, മുത്തനബി അനുഭവിക്കുക. അനുഭവിച്ചൊക്കെ തിരിയുള്ളൂ, അവരെ പോലെ തിരിയില്ല. അപ്പൊ ഇതിന്റെ ഈ കലാം മഹബൂബിനെ അറിയിച്ചതാണ്. ഇതിൽ റിസർച്ച് ചെയ്യാൻ ഏറ്റവും യോഗ്യൻ മഹബത്തുള്ളവരാണ്. അവർക്ക് തുറന്നു കിട്ടുന്നത് പോലെ ഇതിലാർക്കും തുറന്നു കിട്ടുകയേ ഇല്ല. അപ്പോൾ ഇതിന്റെ ആധാരം മഹബത്താണ്. അത് നേടിയവർ ആരിഫീങ്ങളാണ്. ഖുർആൻ ആരിഫീങ്ങൾക്ക് തിരിഞ്ഞവരെ ആർക്കും തിരിയില്ല. മറ്റു ലാഹിറിനെ തിരിയും. ലാഹിറിലേക്ക് പോയ ആൾ ചിലപ്പോൾ കാഫിറാവാനും മതി. ലാഹിറിലേക്ക് പോകാൻ മഹബൂബിനെ അയച്ച സന്ദേശമാണ്. അപ്പോൾ ഇത് തുറന്നു കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇത് തുറന്നു കിട്ടണമെങ്കിൽ ഇതിന്റെ റിസർച്ചിന്റെ ആധാരം മഹബത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഞാൻ 2 അടിസ്ഥാനങ്ങൾ പറഞ്ഞുതരാം. അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാവില്ല ആർക്ക്? മഹബൂബിനും. തന്റെ ഏറ്റവും വലിയ പ്രേമവാചനത്തിന് സന്ദേശം അറിയിക്കുക എന്നത് ഖാലിഖായ റബ്ബിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. തന്റെ മഹബൂബിന്റെ സന്ദേശങ്ങൾ തനിക്ക് പ്രത്യേകമായി ലോകത്താർക്കും കൊടുക്കാതെ തന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ലഭിക്കുക എന്നുള്ളത് ഇവിടുത്തെ മഹബൂബിന് ഏറ്റവും സന്തോഷമാണ്. പിൽക്കാലഘട്ട ജനങ്ങൾ എന്ത് ചെയ്തു? ആ സന്തോഷത്തിൽ പങ്കാളിയായി. മുർസലിന്റെ സന്തോഷവും മുർസൽ ഇലൈഹിയുടെ സായുജ്യവും, ആ മധുരമാണ് ഈ 2 രാത്രികളിലും കൊടുക്കുന്ന മധുരത്തിന്റെ ആധാരം. നമുക്ക് അത്രമേൽ വരുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സാധാരണ പ്രസംഗത്തിൽ പറയും, എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ ഞാൻ ചെത്തൊടുക്കണം.
അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഭൗതികമായ മധുരം കൊണ്ട് നമ്മുടെ റൂഹിനെ മധുരതരമാക്കുക. കാരണം അത്രത്തോളം നമുക്ക് ചേർന്ന് ആ വിഷയത്തിൽ സായുജ്യമടയാൻ കഴിയൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, പുറത്തുനിന്ന് സാധനം മധുരം കയറ്റുക. ചൊറുക്കുള്ള പെണ്ണാണെങ്കിൽ കല്യാണത്തിന് അന്ന് ബ്യൂട്ടി പാർലറിൽ കൊടുത്തേക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്ത് റൂഹ് കൊണ്ട് സന്തോഷിക്കാൻ മുത്ത് റസൂലുള്ളാഹിക്ക് തുറന്നു കിട്ടിയതിന്റെ നമ്മൾ രണ്ട് കാര്യത്തിലാണ് ഈ മധുരം കൊടുത്തത്. ഒന്ന്, നമ്മുടെ അള്ളാഹുവിന്റെ മഹബൂബ് നമ്മുടെ ഈ മഹബൂബാണ്. ആ മഹബൂബിന്റെ റൂഹിന്റെ ആനന്ദത്തിൽ നമ്മൾ മധുരം നൽകി സന്തോഷിക്കുക. ഒരു കുട്ടിയെ, ഒരു പെണ്ണിന് ജനിച്ചാൽ ആ പെണ്ണിന് ലഡുവിന്റെ ആവശ്യമില്ല. ആ കുട്ടിയുടെ സംസാരവും അതിന്റെ കരച്ചിലും തന്നെ ഓൾക്ക് ലഡുവിനേക്കാൾ വലിയതാണ്. അന്ന് ആശുപത്രി ആകെ കൊടുത്ത ലഡു ഓളൊന്നിട്ടുണ്ടാവില്ല. എന്തിനാണോ അതൊക്കെ മനുഷ്യന്റെ ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിൽ പങ്കാളിയാകാണ്. ആശുപത്രി ആളുകളൊക്കെ സന്തോഷം കൊണ്ട് പങ്കാളിയാക്കി എന്റെ കുട്ടി ജനിച്ചു. പാനിയും മാനിയും സംബന്ധിച്ചിടത്തോളം അതിന് ഞാൻ മധുരം കൊടുക്കേണ്ട ആവശ്യമില്ല. മധുരത്തിന് പൈസ വരികയാക്കി മധുരം തിന്നിട്ടുണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ ഉമ്മാക്ക് മധുരത്തിന്റെ ആവശ്യമില്ല. ഉമ്മാക്ക് മറ്റുള്ളവർക്ക് മധുരം കൊടുത്തു എന്നതാണ് മധുരം. ഉമ്മാന്റെ ഏറ്റവും വലിയ മധുരം ആ കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ കരിയുന്ന ശബ്ദം കേൾക്കുന്നതാണ്. അങ്ങനെ തന്നെയല്ലേ? എന്നതുപോലെ നമ്മൾ സാധുക്കളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ മെഹബൂബിനെ കിട്ടിയാൽ അത് നമുക്ക് കിട്ടിയതാണ്. മെഹബൂബിനെ പോലെ ഒരാൾക്ക് തുറന്നു കിട്ടൂല. മെഹബൂബിൽ നിന്ന് വാല് പിടിച്ച് തുറന്നവർ ഉണ്ട്, അവരെ പോലെ നമുക്ക് തുറക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മധുരം കൊണ്ട് സന്തോഷിച്ചു. പ്രധാന ദിവസങ്ങളിലൊക്കെ മധുരം കൊടുക്കുന്നതിന്റെ സന്ദേശം റൂഹിനെ മധുരതരമാക്കിയ ഒരു അസ്ലതിലുണ്ട്. അങ്ങനെ റൂഹിനെ മധുരതരമാക്കാൻ നമ്മളെപ്പോൾ തോൽക്ക് പലപ്പോഴും നല്ല 99% കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? പുറത്തുനിന്ന് മധുരം കൊടുത്തിട്ട് റൂഹിനെ മധുരപ്പെടുത്തുക. യമനിലെ രാജാവിന്റെ സ്ഥാനാരോഹണ ചടക്കിനെ അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു. ഒരു സംഘം ആളുകളെയും കൊണ്ട് അബ്ദുൽ മുത്തലിബ് അവിടെ പോയി. സ്ഥാനാരോഹണം അബ്രഹത്തിന് ശേഷം, അബ്രഹത്തൊക്കെ നശിച്ചുപോയതിനു ശേഷം യമനികൾ തകർന്നു. പിന്നെ യമനിൽ ഒരു ജനകീയ വിപ്ലവം ഉണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട ഒരാൾ ഭരണാധികാരി, ആ ആൾ ഭരണാധികാരിയായ സ്ഥാനാരോഹണ ചടക്കിനെ മക്കക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. എന്തുകൊണ്ട്? യമൻ തകരാനുള്ള കാരണം മക്കയോട് കളിച്ചതാണ്. അപ്പോൾ മക്കയോട് കളിക്കാൻ പാടില്ലായിരുന്നു എന്ന ഒരു ജനകീയ വിപ്ലവമാണ് പിന്നെ എവിടെ നടന്നത്? യമനിലാണ്. അങ്ങനെ അവരെന്ത് ചെയ്തെന്നറിയോ? അവരെ പുതിയ ഭരണാധികാരി ഭരണാരോഹണ ചടങ്ങിൽ അവർ പ്രധാനമായും വിളിച്ചത് ആരെയാ? മക്കാര്യ. മക്കയിലെ നേതാവ് ആരാണ്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിനെയും കൂട്ടി വിളിച്ചു. അങ്ങനെ വന്നു അബ്ദുൽ മുത്തലിബിന്റെ കാബാലിയത്തിന്റെ വലിയ നോട്ടക്കാരൻ. അങ്ങനെ സലാനോ ചടങ്ങിൽ വലിയ സ്വീകരണമാണ് മക്കാർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് പിറ്റേന്ന് അബ്ദുൽ മുത്തലിബ് രാജാവിന്റെ മുഖം കാണിച്ചു വന്നു, ഞങ്ങൾ തിരിച്ചു പോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, അല്പം കൂടി വിശ്രമിക്കും. രാജകൊട്ടാരത്തിൽ വലിയ റൂമും സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു, നല്ല ഭക്ഷണം. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. പലവട്ടം രാജാവിന് മുഖം കാണിച്ചു. അപ്പോഴൊക്കെ രാജാവ് ഒഴിവ് കഴിവാറി, കുറച്ചും കഴിയട്ടെ, ഞാൻ പറയാം, പോകാനാവുമ്പോൾ പറയാം. അങ്ങനെ നീട്ടി. രാജാവിനെ വിഷമിപ്പിച്ച് പോകാനുള്ള മനസ്സ് കേടും. പ്രത്യേകിച്ച് മക്കാർക്ക് അബ്രഹത്തിന് ശേഷം, അബ്രഹക്കാർക്ക് മക്കാരോട് ശത്രുത കാണിച്ചതിന് ശേഷം മക്കാരെ സന്തോഷിപ്പിച്ച ഭരണാധികാരിയാകുമ്പോൾ അദ്ദേഹത്തെ പിരിഞ്ഞു പോകാനുള്ള ഒരു വിഷമം, സമ്മതമില്ലാതെ പോകാനുള്ള വിഷമം ആർക്ക്? അബ്ദുൽ മുത്തലിബ്. അങ്ങനെ ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന നേരത്ത് പെട്ടെന്ന് രാജാവിന്റെ രഹസ്യ സന്ദേശ വാഹകൻ അബ്ദുൽ മുത്തലിബിന്റെ റൂമിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരൊക്കെ അവരവരുടെ മുറിയിലല്ലേ? അതെ. എന്നാൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി ഒറ്റയ്ക്ക് രാജാവ് നിങ്ങളെ മുഖം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഒറ്റയ്ക്ക് രാജാവിന്റെ റൂമിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ ചെന്നു. കൊണ്ടുവന്ന പരിചാരകനെ, രഹസ്യ സന്ദേശത്തിന് വേണ്ടി കൊണ്ടുപോയ പരിചാരകനെ പിടിച്ച് അയാളോട് പുറത്തു പോകാൻ പറഞ്ഞു. രാജാവും അബ്ദുൽ മുത്തലിബും ഒറ്റയായി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ അടുത്തയിടെ പിറന്ന ഒരു മോനില്ലേ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നല്ലേ? അതെ. നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ, അത് നിങ്ങളുടെ മോനല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ശരി, എന്റെ മോനല്ല, എന്റെ മോന്റെ മോനാണ്. പക്ഷെ മോൻ മരിച്ചു. പറഞ്ഞു, എനിക്കറിയാം, ഈ ആളുടെ ബാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ലാന്നും എനിക്കറിയാം. നിങ്ങളെ കണ്ടപ്പോഴേ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അയാൾ വലിയ വേദജ്ഞാനിയാ. ആര്? ഈ രാജാവ്. ഇയാൾ പറഞ്ഞു, എല്ലാ വേദങ്ങളിലും നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് ഈ പൊന്നുമോനെ പൂറ്റി വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഭൂഗോളം കണ്ട ഏറ്റവും വലിയ ഭാഗ്യമുള്ള വല്യപ്പയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണമെല്ലാം നിങ്ങളുടെ നെറ്റിയിലുണ്ട്. ഇങ്ങനെ ഒരാൾ മക്കാരനാണെന്നും എന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതുവരെ താമസിപ്പിച്ചത് ഈ രഹസ്യം നിങ്ങളോട് കൈമാറാനാണ്. ഈ കുട്ടിയെ നിങ്ങൾ എന്തുകൊണ്ടും പുറം ലോകത്ത് രക്ഷപ്പെടുത്തണം. എന്തുകൊണ്ട്? ബാഹ്യ ലോകത്ത് എമ്പാടും ശത്രുക്കൾ ഈ കുട്ടിയെ അപകടപ്പെടുത്താൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ട എല്ലാ ചെലവും ഞാൻ തരും.
എല്ലാ വർഷവും ഈ ദിവസം തിരിച്ചു വരണം, ഒരു വർഷത്തേക്കുള്ള ചെലവ് സംഖ്യ മുഴുവൻ ഞാൻ തരും, ഇനി ലോകം ഈ കുട്ടിയുടെ കയ്യിലായിരിക്കും എന്ന് രാജാവ് പറഞ്ഞു. പിറ്റേ ദിവസം പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എല്ലാവർക്കും പാരിതോഷികമായി ഒരൊട്ടകം നിറയെ പാരിതോഷികങ്ങൾ കൊടുത്തു. ഒരൊട്ടകപ്പുറത്ത് ആര് രാജാവ് 20 ഒട്ടകം നിറയെ പാരിതോഷികം കൊടുത്തു. ആർക്ക്? അബ്ദുൽ മുത്തലിബിന്. വലിയ സന്തോഷം. സ്വർണം, വെള്ളി, രത്നശേഖരങ്ങൾ, കയ്യും കണക്കില്ല. ആർക്ക്? അബ്ദുൽ മുത്തലിബ്. 20 ഒട്ടകം നിറച്ച കൊടുത്ത്. അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ ഇതൊന്നുമില്ല. അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ അതൊന്നുമില്ല. അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലാകെ ഈ പൊന്നുമോന. ഇനി ലോകം മുഴുവനും ഈ പൊന്നുമോന്റെ കയ്യിലായിരിക്കുമെന്ന രാജാവ് പറഞ്ഞു. അദ്ദേഹം പാല വേദജ്ഞാനിയ. യാത്ര തുടങ്ങി വളരെ കുറഞ്ഞ ദൂരം പോന്നിട്ടേ ഉള്ളൂ. യാത്രാ സംഘത്തെ നിർത്തി ഒരു വിശ്രമ കേന്ദ്രത്തിൽ ഇറക്കി അബ്ദുൽ മുത്തലിബ്. എന്നിട്ട് തന്റെ ഒട്ടകപ്പുറത്തുള്ളത് മുഴുവൻ തന്റെ ഒട്ടകപ്പുറത്തുള്ള എല്ലാ സമ്പത്തിനെയും അദ്ദേഹം ആ കൂട്ടുകാർക്കിടയിൽ വിളിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, അബ്ദുൽ മുത്തലിബ്, നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? അപ്പോൾ പറഞ്ഞു, നിനക്കാൾ വലുത് എനിക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ബറാഅത്തിന്റെ മധുരം. ഇതാണ് ലൈലത്തുൽ ഖദറിന്റെ മധുരം. എന്താണ് ഈ മുബാറക്കത്ത് എന്ത് എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ 1-ാം ഭാഗമാണ്, ഇതിന് 2-ാം ഭാഗമുണ്ട്. ഇതിപ്പോൾ ഞാൻ വാതിൽ തുറന്നിട്ടേ ഉള്ളൂ. എന്തിന്റെ വാതിലാ തുറന്നത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ. എവിടെയാ ബർക്കത്ത്? നമുക്ക് ഒറ്റന്നേ കഴിയുള്ളൂ. അതിന്റെ വാതിൽ മുഴുവൻ തുറക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മളെ മെഹബൂബിന് കിട്ടിയാൽ മതി. നമുക്ക് കിട്ടിയ മാതിരി തന്നെയാണ്. നമ്മളന്ന് സന്തോഷിക്കും. എന്തുകൊണ്ട്? മധുരം കൊടുക്കും, മധുരം പറയും. ആ രാത്രിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കും. ആ പരിപാടി ഒന്നും മുത്തനബി സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. മുത്തനബിക്ക് അതിനേക്കാൾ വലിയ കിട്ടിയിട്ടുണ്ട്. അതെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശങ്ങൾ. അത് മുത്തനബിക്ക് കിട്ടിയതാണ്. മുത്തനബിക്ക് കിട്ടിയത് പോലെ ആർക്കെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചാൽ അവൻ കാഫറോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ഖുർആൻ നമുക്കും കിട്ടിയില്ലേ? എടാ അത് വിചാരിച്ച കാഫറോ. ഈ പരിശുദ്ധ കലാം അല്ലാഹു തആല ഇതിന്റെ എല്ലാ വാതിലും തുറന്നിട്ട് ആർക്കാണ്? മുത്തനബിക്കാണ്. അതുപോലെ എനിക്ക് തുറന്നു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തോ? അതിന്റെ 10-1-ന്റെ 10-1, 1000-1-ന്റെ 10-1 നമുക്ക് ഓർക്കൂല. ഓർക്കോ? തുറക്കൂ. 1000 പേര് ഓർക്കൂല. പിന്നെണ്ടോ നമുക്ക് 1000 ഓർക്കൂല. അവർ വാതിൽ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. AC റൂമിന്റെ മുന്നിൽ പോയി നിൽക്കുക. മുന്നിൽ പോയി നിന്നാൽ ചെറിയവര് തണുത്ത കാറ്റെത്തും. അതാണ് ആരിഫ്. നമ്മളോ പൊരിവേൽത്തേക്കുക. ആരിഫോ റൂം കയറിയിട്ടില്ല. അള്ളാഹുവിന്റെയും മെഹബൂബിന്റെയും വാതിൽ നിന്ന് വരുന്ന AC-യുടെ തണുപ്പിന്റെ സൈഡിൽ നിന്നെടുത്തിട്ടുണ്ട് മൊയ്തീൻ ഷേഖും ഇഫാഖ് ഷേഖും. അല്ല അതിന്റെ അപ്പുറത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ പേര് ഖാദിരി ത്വരീഖത്ത് എന്നല്ല, കാഫിരി ത്വരീഖത്ത് എന്നാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും സന്ദേശം മുഴുവനും മൊയ്തീൻ ഷേഖിന് അറിയും എന്ന് ഇഫാഖ് ഷേഖിന് അറിയും എന്നൊരാൾ പറഞ്ഞാൽ കാഫിറാണ്. അതിന്റെ വാതിൽക്കൽ പോയി നിന്നവരാണ് ആര്? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മളോ? നമുക്ക് അതിന്റെ വാതിലിന്റെ പോലും അറിയൂല. നമുക്ക് ഇതിന്റെ വാഹിര്യമായി അറിയും. അപ്പൊ ഇത് മുബാറക്കത്തായതുകൊണ്ട് എന്തുകൊണ്ട്? ഇത് മുബാറക്കത്തായതുകൊണ്ട് എന്തുകൊണ്ട്? മെഹബൂബിന്റെ ഉസ്ലത്താണ് അവരുടെ ചേർച്ച. അപ്പോൾ ആ രാത്രി അവർക്ക് ഹണിമൂണാണ്, മുബാറക്കത്താണ്. ആ ചേർച്ച നടന്ന കാരണത്താൽ ആ രഹസ്യ കൈമാറ്റങ്ങൾ, സന്ദേശ കൈമാറ്റങ്ങൾ നടന്നതിലെ സന്തോഷം നമുക്കുണ്ട്. നമുക്ക് എന്താന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് കവർ തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 സംഘങ്ങൾ രാജാവിന് മുഖം കാണിക്കാൻ പോയി. 1,24,000 സംഘങ്ങൾ രാജാവിന് മുഖം കാണിക്കാൻ പോയി. ഒരു സംഘത്തിന്റെ നേതാവിനെ എന്ത് ചെയ്ത് പെട്ടിയിൽ നിന്ന് ഭദ്രമായി അടച്ചിട്ടൊരു സാധനം രാജാവ് കൊടുത്തു. ബാക്കിയുള്ളവർക്കോ അങ്ങനെയൊന്നും കൊടുത്തതുമില്ല. അപ്പൊ നമുക്ക് പൗർ പറയാം നമ്മളാക്ക കിട്ടിയത്. എന്തായിരുന്നത് നമുക്കറിയേണ്ട ആവശ്യമില്ല. എന്നാൽ കിട്ടിയ നമ്മളെ നേതാവിനാണല്ലോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെട്ടിന്റെ ഉള്ളിലുള്ളത് പൂർണ്ണമായി അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അഭിമാനം പറയാം നമ്മളെ നേതാവിനല്ലേ കിട്ടിയത്. അതിലെന്താണുള്ളത് അതൊന്നും എനിക്കറിയില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നാൽ എനിക്ക് അഭിമാനമുണ്ട് എന്നെ നേതാവിനെ കിട്ടിയത്. ഈ പരിശുദ്ധ കലാമിലുള്ളത് മുഴുവനും നമുക്കറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് കിട്ടിയത് കൊണ്ട് നമ്മൾ അഭിമാനിക്കും. എന്തുകൊണ്ട്? നമ്മുടെ നമ്മുടെ കരളിന്റെ കഷ്ണമാണ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് നമ്മുടെ അമ്മാനേക്കാളും ബാപ്പാനേക്കാളും നമ്മളെക്കാളും വലുത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമുക്ക് നമ്മളെക്കാൾ വലുത് അള്ളാഹുവിന്റെ മെഹബൂബായ മുഹമ്മദാണ്. അവർക്ക് കിട്ടിയാൽ മതി. അതന്നെ നമുക്ക് കിട്ടില്ല. എന്തുകൊണ്ട്? മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഖുദ്ർ. ആ കഴിവ് അവരുടെ കയ്യിൽ ഉണ്ടായാൽ നാളെ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കിട്ടിയില്ല. കാര്യം രക്ഷപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ തന്നെയല്ലേ? കയ്യൊക്കെയുള്ളവന്റെ കയ്യിലല്ലേ വാൾ കിട്ടിയിട്ട് കാര്യമുള്ളൂ. നിങ്ങളെപ്പോഴത്തെയും കയ്യിൽ വാളുണ്ടായാൽ അത് നമ്മളെ ശത്രുള്ള ആയുധമായിരിക്കും. അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിന്റെ ഖൽഖിനെ സെറ്റ് രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല അധികാരം കൊടുക്കണ ആൾക്കാണ് കിട്ടേണ്ടത്. ആ ആൾക്കെന്നെ കിട്ടിയത്. എനിക്കോ ഇന്നേക്കും കിട്ടിയിട്ട് കാര്യമില്ല.
എന്തുകൊണ്ട്? നാട്ടുകാർക്ക് പോയിട്ട് സ്വന്തത്തിൽ ഉപകരിപ്പിക്കാനുള്ള കഴിവ് പോലും യോഗ്യത പോലും നമുക്ക് ഇല്ല. കിട്ടേണ്ട കയ്യിൽ കിട്ടി, ആ സന്തോഷമാണ് നമ്മളൊന്ന് കൈമാറുന്നത്. അത് ലൈലത്തുൽ ബറാഅത്താണെങ്കിലും ലൈലത്തുൽ ഖദറാണെങ്കിലും ഏതായാലും എന്താ, ഏതാണെങ്കിലും വലിയ തന്നെയാണ്. പണ്ഡിതന്മാർ ലൈലത്തുൽ ബറാഅയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈലത്തുൽ ഖദറാണെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും വലുത് തന്നെ. അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലെ സമാഉദ് ദുനിയയിലേക്ക് ലൈലത്തുൽ ബറാഅയിൽ ഇറക്കി. അവിടെ നിന്ന് അല്പാൽപമായി ലൈലത്തുൽ ഖദറിൽ ഇറക്കി. ഇത് ശരിയായ ഒരു വലിയ വ്യാഖ്യാനാണ്. അപ്പോൾ ലൈലത്തുൽ ബറാഅയും പ്രധാനമാണ്, ലൈലത്തുൽ ഖദറും ഖലാസ്. നമ്മൾ ഇന്ന് തല്ലാൻ നടക്കണ്ട. തച്ചവർക്ക് ഇതൊന്നുകൊണ്ട് മനസ്സിലാവില്ല. നമ്മൾ അവർക്കിടയിൽ അവരിൽ നിന്ന് വീണ് കിട്ടുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ മെഹബൂബിൽ നിന്ന് കൊടുത്ത വാതിലിന്റെ തണുപ്പെങ്കിലും ആസ്വദിക്കുന്ന അകലത്തിലെങ്കിലും അള്ളാഹു നമ്മളെ നിർത്തിത്തരട്ടെ എന്ന് തിരിയുന്നവർക്ക് തിരിയുന്നവർക്കേ തിരിയുള്ളൂ. അവാർഡ് കുഞ്ഞിക്കോയ മുസ്ലിയാര് ആദ്യകാലത്ത് സീമനെ കാണുമ്പോൾ അങ്ങനെ ബഹുമാനിക്കാനൊന്നും പോകില്ലായിരുന്നു. എന്തുകൊണ്ട്? അതിൽ ശരീരത്തിൽ ചിലപ്പോഴൊന്നും കാണൂല, അതുകൊണ്ട് അങ്ങനെ ബഹുമാനിക്കാനൊന്നും പോകില്ല. അന്ന് അവാർഡ് കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ ജോലി അവിടെ ഖത്തർമൽ ജോലി ചെയ്തെന്ന കാലത്ത് ഖത്തർമൽ ഏരിയയിലൊക്കെ പലപ്പോഴും സീമ വരും, ബഹുമാനിക്കാൻ പോകില്ല. എന്തുകൊണ്ട്? പലപ്പോഴും ശരിയാത്തൊന്നും അങ്ങനെ കാണാത്തതുകൊണ്ട്. ഒരു ദിവസം അവിചാരിതമായി സിഎമ്മിന്റെ മുന്നിൽ പെട്ടുപോയി. അപ്പൊ സിഎം പറഞ്ഞ്, കുഞ്ഞിക്കോയ എന്റെ മനസ്സിലുള്ള ആ ഷക്കൊക്കെ ഒഴിവാക്കിക്കളട്ടാറ് പേടി. അത് ഷെയ്ഖ് മുറബിക്ക് പറയാൻ കഴിയുള്ളൂ. അതിന് മാത്രം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭകമെന്നോവർ എന്നുള്ളവർക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ പേടി. കുഞ്ഞിക്കോയ എന്റെ മനസ്സിലുള്ള ഷക്കൊക്കെ ഒഴിവാക്കിക്കളട്ടാ. ഇത് ആരോടും പറയാത്ത വർത്താനമാണ്. അങ്ങനെ ഷെക്ക് ഉണ്ടെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ആ ഭാഗത്തേക്ക് സിഎം ഉണ്ടെങ്കിൽ എല്ലാമൊന്നും പോവില്ല, അങ്ങനെ മാറി നടക്കും. അത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മെഹബൂബിന്റെയും ഇടയിൽ നിന്ന് വീണ് കിട്ടുന്നവർക്ക് കിട്ടുന്ന കുളിരാണ്. അതാണ് സിഎമ്മിനൊക്കെ കിട്ടിയത്. എന്റെ ഒരു മെഹബൂബാണ്, മഹബത്താണ്, പ്രേമമാണ്. ആരോട്? അള്ളാഹു റസൂലിനോടും. അള്ളാഹുവിനോടും റസൂലിനോടും ഉള്ള ആളുകൾ അള്ളാഹിന്റെ ഔലിയാക്കന്മാർ. ഇത് പ്രേമത്തിന്റെ കിതാബാണ്, ഇത് പ്രേമ സന്ദേശമാണ്. ഖുർആൻ എന്നാൽ പ്രേമ സന്ദേശമാണ്. ആരോടുള്ള? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമ സന്ദേശമാണ് എന്ത്? ഖുർആൻ. എന്നാൽ അത് പ്രപഞ്ചത്തിന് എന്ന ഉപകാരമാണ് ആ പ്രേമ സന്ദേശം. മനസ്സിലായോ? അതിന്റെ രഹസ്യം അവരുടേതാണ്. അപ്പോൾ ഇതിന്റെ ആധാരം മഹബത്താണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തും റസൂലിന് അത് ആദ്യം ഇറങ്ങിയത് കൊണ്ട്, അത് ബൈത്തുൽ ഇസ്സയിലേക്കാണെങ്കിലും ഭൂമിയിലേക്കാണെങ്കിലും അതിന്റെ ഇറക്കം സംഭവിച്ചത് കൊണ്ട് മഹബത്തിന്റെ കത്തിറങ്ങി എന്ന നിലക്കാണ് ഇതെന്തായത്? ലൈലത്തുൽ മുബാറകത്തായത്. ഇനി ഈ ഇത് ഒന്ന് തുറന്നു കിട്ടണമെങ്കിലും അതിന്റെ കുളിരിന്റെ വാതിൽക്കൽ പോയി നിൽക്കണമെങ്കിലും ആദ്യം നമ്മൾ അറബി ഗ്രാമർ പഠിക്കല്ല വേണ്ടത്. ആദ്യം നമ്മൾ അള്ളാഹുവിനോടും റസൂലിനോടും മഹബത്തൊക്കെ ഉണ്ട്. അറബി ഗ്രാമർ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, പഠിച്ചോല് ഇതിനെതിരായിട്ടുണ്ട്. ഇത് പ്രേമ സന്ദേശമാണ്. ആരോടുള്ള? അള്ളാഹുവിന് റസൂലിനോടുള്ള പ്രേമ സന്ദേശമാണ് എന്ത്? ഖുർആൻ. ഖുർആൻ ഒരു പ്രേമ സന്ദേശമാണ്. അള്ളാഹുവിന് റസൂലിനോടുള്ള പ്രേമ സന്ദേശമാണ് ഖുർആൻ. അത് തിരിയാത്തവർക്കൊന്നും തിരിയില്ല. അത് തിരിയാതെ പോയാൽ അതിന്റെ മൈന വെച്ചാൽ ചിലപ്പോൾ കാഫിറാകാനും മതി. അതാണ് ഇവിടെ പലർക്കും സംഭവിച്ചത്. നമുക്കതൊന്നും തിരിയില്ലെങ്കിലും ഇത് മഹബത്തിന്റെ പേപ്പറാണ്. നമുക്കറിയാം, നമുക്കും പ്രേമാണുള്ളത് അള്ളാഹുവിനോടും റസൂലിനോടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിന്റെ ഒന്നാം വാതിൽ തുറന്നു, ഇതിന്റെ രണ്ടാം വാതിലുണ്ട്, ഇനിയുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ വാതിൽ പറയും ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടി ചില ഏരിയകൾ ഞാൻ പറഞ്ഞുതരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ഇത് ഞങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ വലിയ കാര്യം കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. ربنا عليك توكلنا وإليك أنبنا وإليك المصير. برشايا ഞങ്ങൾക്കൊക്കെ പൂർത്തിയാക്കണമേ റബ്ബേ. ഹൃദയത്തെ തുറന്നേക്കണമേ റബ്ബേ. നിന്നെയും നിന്റെ ഹബീബിനെയും പ്രേമിക്കുന്നതിൽ ഞങ്ങൾ പെടുത്തണം. നിന്നെയും നിന്റെ ഹബീബിനെയും പ്രേമിക്കുന്നതിൽ ഞങ്ങൾ പെടുത്തണം. നിന്നെയും നിന്റെ ഹബീബിനെയും പ്രേമിക്കുന്നതിൽ ഞങ്ങൾ പെടുത്തണമേ റബ്ബേ. അല്ലാഹ് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹ് നിന്റെ റഹ്മത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നീ തുറക്കണമേ റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നീ തുറക്കണമേ റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നീ തുറന്നേക്കണമേ റബ്ബേ. എല്ലാ നിലയിലും ഞങ്ങൾ നീ ഖൈറിന്റെ കാര്യപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹ് എല്ലാ നിലക്കും ഞങ്ങളെ നീ നന്നാക്കി തരണമേ റബ്ബേ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ സുഖം തരണമേ റബ്ബേ. നരകത്തിൽ നിന്ന് എല്ലാവരെയും കാത്തിരക്ഷിക്കണമേ റബ്ബേ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ പ്രത്യേക പദവി നൽകണമേ റബ്ബേ. ഞങ്ങൾ അക്കൽ തുറക്കണമേ റബ്ബേ. മഅരിഫത്തിന്റെ വാതിൽക്കൽ മഹാന്മാർ ചെന്ന് നിന്നതുപോലെ അവിടെ ചെന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. ആ മഹബത്തിന്റെ മഅരിഫത്തിലേക്ക് ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ. അല്ലാഹുവേ, മഅരിഫത്തില്ലാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കരുതേ പടച്ചോനെ. നിന്റെ
നിന്റെ ഹബീബിന്റെയും മഹബത്താവുന്ന മാരിഫത്തിലേക്ക് വാതിൽ തുറന്നു കിട്ടണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനാ الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.